ജസ്റ്റ് പറഞ്ഞു പോകാം ഏതൊക്കെയാണ് എപ്പോഴും ചോദിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. എങ്കിൽ കൂടി നമുക്ക് ശരിക്ക് മിനിമം നോക്കി പോകണ്ട, അല്ലെങ്കിൽ ഇപ്പൊ നോക്കിയാൽ തന്നെ വീണ്ടും നോക്കാനുള്ളത് കാര്യങ്ങളൊന്ന് പറയാം. നമുക്ക് മൊഡ്യൂൾ പാർട്ട് സിയിലത്തെ കാര്യം മാത്രമായിട്ട് പറയുള്ളൂ, തിയറി ഇവിടെ പറയുന്നില്ല. തിയറി നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ മൊഡ്യൂൾ 1 നോക്ക്. മൊഡ്യൂൾ 1 നമുക്ക് 3 ടോപ്പിക്കുകളാണ് ഉള്ളത് പ്രധാനമായിട്ട്. സോറി, ഇതൊക്കെ 3 ടോപ്പിക്. ഒന്ന് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ്, പിന്നെ വന്നിട്ടുള്ളത് ബെൻഡിങ് സ്ട്രെസ്, പിന്നെ ഷിയർ സ്ട്രെസ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് മൊഡ്യൂൾ 1 അപ്പൊ 3 നമുക്ക് എന്ത് ചെയ്യാം, പാർട്ട് സിയിൽ ചോദിക്കാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പാർട്ട് സിയിൽ ഈ ഒരു SFD BMD ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഉള്ളത് ഇപ്പൊ 2 രീതിയിലുണ്ടാവും. ഒന്നെങ്കിൽ സിംപ്ലി സപ്പോർട്ട് ബീം ആയിരിക്കും, ചിലപ്പോൾ അതിൽ ചില കേസിൽ ഓവർ ഹാങ്ങിങ് വരാറുണ്ട്. പിന്നെ ഉള്ളത് കാൻഡിലിവർ. അപ്പൊ അതിൽ തന്നെ പല ലോഡിംഗ് കണ്ടീഷനിൽ ചോദിക്കാം. ചിലപ്പോൾ പോയിന്റ് ലോഡ് ആയിരിക്കാം, ചിലപ്പോൾ UDL ആയിരിക്കാം, ചിലപ്പോൾ അതിന്റെ കോമ്പിനേഷനും ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ ഏത് ക്വസ്റ്റിനും അവർക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിലത്തെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആണ് SFD BMD വരയ്ക്കാനുണ്ടാവും. പിന്നെ അതിന് ശേഷമുള്ളത് ബെൻഡിങ് സ്ട്രെസ് ആണ്. ഇപ്പൊ ബെൻഡിങ് സ്ട്രെസ്സിൽ എന്താ ഉള്ളത്, എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓർമ്മ ആർക്കെങ്കിലും? നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് CBRൽ 1.1, അതായത് ഒന്നാമത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ പാർട്ടിലത്തെ 6ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ മൊഡ്യൂൾ 2ാമത്തെ പാർട്ടിൽ 7ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ബെൻഡിങ് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അല്ലെ. എങ്ങനെയായിരുന്നു ആ ചോദ്യം ഉണ്ടായിരുന്നത് ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ നോക്കട്ടെ. 1.16 അപ്പൊ അവിടെ ചോദിക്കാം, ഇങ്ങനെയാണ് ചോദിക്കാം. ഒരു ബീം തരും, ഒരു ബീം അതിന്റെ സ്പാൻ തന്നിട്ടുണ്ടാവും, പിന്നെ ക്രോസ് സെക്ഷൻ തരും. ക്രോസ് സെക്ഷന്റെ ഡയമെൻഷൻസ് എന്ന് വെച്ചാൽ ബിയും ഡിയും തരും. എന്നിട്ട് ആ ബീമിലേക്ക് വരാൻ സാധ്യതയുള്ള മാക്സിമം ബെൻഡിങ് സ്ട്രെസ് ഇത്രയെന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ തരും. നമുക്ക് ആ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞൊരു ക്വസ്റ്റ്യനിൽ 20 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരുന്നു. എന്നിട്ട് നമ്മോട് ചോദിക്കാം, ഈ ഒരു ബീം ഇത്തരത്തിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ ഇതിന് കൊടുക്കാൻ പറ്റുന്ന, ഈ സെന്ററിൽ കൊടുക്കാൻ പറ്റുന്ന ലോഡ്, മാക്സിമം ലോഡ് എത്ര എന്നുള്ളത് ചോദിക്കും. ആ രീതിയിലാണ് ബെൻഡിങ് സ്ട്രെസ്സിന്റെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് അങ്ങനെയാണ്. ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യന് ഒരു സിംപ്ലി സപ്പോർട്ടഡിൽ UDL ആണെങ്കിൽ ആ UDL വരാൻ പറ്റുന്ന മാക്സിമം W എത്ര എന്നുള്ളത് ചോദിക്കും. അപ്പൊ ആ രീതിയിൽ ചോദിക്കാം. അപ്പൊ ജസ്റ്റ് ആ ഇക്വേഷനിൽ മാറ്റം വരുന്നേ ഉള്ളൂ. ഓക്കെ, കാരണം ബെൻഡിങ് മൊമെന്റ് കാണുമ്പോൾ ആ ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരും. ആ രീതിയിൽ നോക്കി വെക്കുക. ഇനി അത് ചിലപ്പോൾ പറഞ്ഞ പോലെ കാൻഡിലിവറിൽ ചോദിക്കാം. കാൻഡിലിവറിൽ ഫ്രീ ഹാൻഡിൽ W കൊടുക്കുകയാണെങ്കിൽ ആ Wക്ക് എത്ര മാക്സിമം വാല്യൂ വരാമെന്ന് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ ഇത്തരത്തിൽ കാൻഡിലിവറിൽ UDL വരികയാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. ആ രീതിയിലും ചോദിക്കാം. അപ്പൊ അത് നമ്മൾ ഒരു ലൈവ് ക്ലാസ്സിൽ അത് മാത്രം ഈ 4 കേസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഓർമ്മ ഉണ്ടോ? അത് നമ്മൾ ഈ 4 കേസും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ മാർച്ചിന്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിൽ ഉണ്ട്, അവൈലബിൾ ആയിരിക്കും. അപ്പൊ അത് നോക്കാം. പിന്നെ ഉള്ളത് ഷിയർ സ്ട്രെസ് അല്ലേ. ഈ 1ാമത്തെ മൊഡ്യൂൾ ഷിയർ സ്ട്രെസ് ആണുള്ളത്. ഷിയർ സ്ട്രെസ് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക? ഷിയർ സ്ട്രെസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന് എളുപ്പമുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് അല്ലെ. നമ്മൾ ആവറേജ് ഷിയർ സ്ട്രെസ് അതുപോലെ മാക്സിമം ഷിയർ സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നോക്കുക. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, ഒന്ന് 1.1 8ാമത്തെ ക്വസ്റ്റ്യൻ, അതേപോലെ തന്നെ 1.2 8ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ എങ്ങനെ ഉണ്ടായിരുന്നത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബീം തരും, ബീമിന്റെ ക്രോസ് സെക്ഷൻ തരും, അതിന്റെ ലെങ്ത് തരും, പിന്നെ ആ ബീമിലേക്ക് വരുന്ന ലോഡും അവർ തരും. നമ്മൾ ചോദിക്കുക മാക്സിമം ഷിയർ സ്ട്രെസ് എത്ര എന്നുള്ളത് ചോദിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ അത് കാണാം? ആദ്യം ഈ ലോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ആ ബീമിലേക്ക് വരുന്ന മാക്സിമം ഷിയർ ഫോഴ്സ് എത്രയെന്ന് നമ്മൾ കാണാം അല്ലെ. മാക്സിമം ഷിയർ ഫോഴ്സ് എത്ര എന്നുള്ളത് കാണാം. എന്നിട്ട് ആവറേജ് ഷിയർ സ്ട്രെസ് കാണാം. ആവറേജ് ഷിയർ സ്ട്രെസ് എങ്ങനെ കാണാം? മാക്സിമം ഷിയർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഈ ഒരു ബീമിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഷിയർ സ്ട്രെസ് കിട്ടും. പിന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ആവറേജ് ഷിയർ സ്ട്രെസിന്റെ 1.5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഈ വാല്യൂ. അപ്പൊ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ഒന്ന് അതാണ് ഉണ്ടാവുക. അപ്പൊ അത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു റെക്ടാങ്കിളിന്റെ കേസ് ആണ്. അത് ചിലപ്പോൾ എന്തായിട്ടും ചോദിക്കാം, സർക്കിൾ ആയിട്ടും ചോദിക്കാം. സർക്കിൾ ബീം നോർമലി ഇല്ല, പക്ഷെ പ്രോബ്ലത്തിൽ അത് ചോദിക്കാം. അപ്പൊ ഇവിടെ മാത്രം മാറ്റം വരുന്നുള്ളൂ. ഈ 1.5 എന്നുള്ള ഈ ഒരു കോൺസ്റ്റന്റ് മാറിയിട്ട് എന്താവും? 1.33 എന്നാവും. അപ്പൊ ആ ഒരു മാറ്റം അതിലുണ്ടാവും. അപ്പൊ ഇതാണ് ഷിയർ സ്ട്രെസ്സിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ. അതായത് 3 രീതിയിൽ ചോദിക്കാം. ഒരു ഡാറ്റ എന്നിട്ട് ആവറേജ് ഷിയർ സ്ട്രെസ് എത്രയെന്ന് ചോദിക്കും, മാക്സിമം ഷിയർ സ്ട്രെസ് എത്രയെന്ന് ചോദിക്കും, പിന്നെ ആ ഒരു ബീമിന്റെ ന്യൂട്രൽ ആക്സിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ട്
വരുന്ന ഷിയർ സ്ട്രെസ് എത്ര എന്നുള്ളത് ചോദിക്കും. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി വേറെ രീതിയിൽ ഷിയർ സ്ട്രെസ് ചോദിക്കാം. ഒന്ന് ഐ സെക്ഷന്റെ കേസാണ്. ഐ സെക്ഷന്റെ കേസിൽ ചോദിക്കും ഇങ്ങനെ. ഒരു ഐ സെക്ഷനിൽ ചിലപ്പോൾ ഡയമെൻഷൻസ് തരും, അതായത് ഈ ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത്, ഫ്ലാഞ്ചിന്റെ ഡെപ്ത്, ഈ വെബിന്റെ ഡെപ്ത് കാര്യങ്ങളൊക്കെ തരും. എന്നിട്ട് ഇതിന്റെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരയ്ക്കാൻ പറയും. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലാണ് അതിന്റെ ഷേപ്പ് ഉണ്ടാവുക. അപ്പൊ അതിൽ ഈ ഓരോ വാല്യൂസ് നിങ്ങൾ ആ ഇക്വേഷൻ വെച്ചിട്ട് തന്നെ പഠിക്കണം, എങ്കിൽ ആ വാല്യൂസ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് മാർക്ക് ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ നമ്മൾ TS1 ക്വസ്റ്റൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർക്ക് ഇക്വേഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അതിൽ വാല്യൂസ് കാര്യങ്ങളും ചോദിച്ചില്ല. അപ്പൊ ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? ഇതുപോലെ തന്നെയാണ് റെക്ടാംഗിളിന്റെയും സർക്കിളിന്റെയും ചിലപ്പോൾ ചോദിക്കാം 3 മാർക്കിന്. റെക്ടാംഗിളിന്റെ ഷിയർ സ്ട്രെസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ വരിക, ഈ രീതിയിലാണ് വരിക അല്ലെ. സെന്ററിലാണ് മാക്സിമം വാല്യൂ വരിക. സർക്കിളിലും സെയിം കേസ് തന്നെ വരിക കേട്ടോ. സർക്കിളിന്റെ കേസിലും അത് തന്നെയാണ് വരിക. പിന്നെ ടി സെക്ഷൻ എങ്ങനെ വരിക, ടി സെക്ഷന് ഈ രീതിയിലാണ് വരിക. ഓക്കെ, അപ്പൊ അതും കൂടെ പഠിച്ചു വെക്കാം. ഇതാണ് പാർട്ട് സിയിൽ മൊഡ്യൂൾ 1 നിന്ന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം. ഇതിനപ്പുറത്തേക്ക് ഒന്നും ചോദിക്കൂല. ഓക്കെ, ഇനിയിപ്പോ മൊഡ്യൂൾ 2 നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് ഈ ഐ സെക്ഷനിൽ നമ്മള് ഇക്വേഷൻ എന്നിട്ട് ഡൈമെൻഷൻ ചോദിക്കുമോ? ഇക്വേഷന് ഇക്വേഷൻ എന്നിട്ട് ഡൈമെൻഷൻ കാണാനായിട്ട് ഇല്ല, അങ്ങനെ ചോദിക്കുന്നില്ല. അങ്ങനെ ചോദിക്കില്ല. ഓക്കെ, ഇക്വേഷൻ ഒന്നുമില്ല, അത് ചോദിക്കൂല. ഐ സെക്ഷനാണ് പ്രത്യേകം പറയാറുള്ളത്. ഐ സെക്ഷനും റെക്ടാംഗിളും സർക്കുലറും കേട്ടോ. ഇനി അടുത്തത് നോക്കാനുള്ള മൊഡ്യൂൾ 2 ആണ്. അപ്പൊ മൊഡ്യൂൾ 2 നമുക്കുള്ളത് ഒന്ന് മൊഡ്യൂൾ 2 ആണ് എനിക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പം പാർട്ട് സിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിൽ എന്തായാലും യൂളേഴ്സ് തിയറി അല്ലെങ്കിൽ റാങ്കിൻസ് ഫോർമുല അത് ചോദിക്കും. കംപ്രഷൻ മെമ്പറിന്റെ കേസിൽ നമുക്ക് 2 കാര്യങ്ങളാണ് ഉള്ളത് അല്ലെ. ഒന്ന് ഈ പറഞ്ഞ യൂളേഴ്സ് തിയറി, 2 റാങ്കിൻസ് ഫോർമുല. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് അത് ഷുവറാണ് മിനിമം. അപ്പൊ ഇത് വെച്ചിട്ട് എന്താ ചോദിക്കുക അവര്, കോളത്തിന്റെ ലെങ്ത്, അതുപോലെ ക്രോസ് സെക്ഷൻ, അതിന്റെ എൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ തരും. എന്നിട്ട് നമ്മോട് ചോദിക്കാം അതിന്റെ ക്രിപ്ലിംഗ് ലോഡ് ചോദിക്കും അല്ലെ. ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ടാ ചോദിക്കുക. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. ക്രിപ്ലിംഗ് ലോഡിന് ചോദിക്കുകയാണെങ്കിലും ബക്ലിംഗ് ലോഡ് ഇത് ചോദിക്കും. ഓക്കെ, അപ്പൊ അത് ബേസിക് ഇക്വേഷൻ ആണ് അല്ലെ. യൂളേഴ്സ് തിയറി പ്രകാരം എന്തെങ്കിലും ഇക്വേഷൻ P = π² EI/LE², അങ്ങനെ എന്തോ അല്ലേന്നോ. അപ്പൊ അതിൽ നിങ്ങൾ എന്ത് ചെയ്യാം, LE ശരിക്കും പഠിച്ചു വെക്കുക. ഓരോ കേസും 2 എൻഡ് ഫിക്സ്ഡ് ആകുമ്പോൾ എങ്ങനെ വരുന്നത്, 2 എൻഡ് ഹിഞ്ചഡ് ആകുമ്പോൾ എന്താ വരുന്നത്, 1 എൻഡ് ഫിക്സ്ഡ് 1 എൻഡ് ഹിഞ്ചഡ് ആകുമ്പോൾ എങ്ങനെ വരിക, 1 എൻഡ് ഫിക്സ്ഡ് ആയിട്ട് 2 എൻഡ് ഫ്രീ ആണെങ്കിൽ വരിക. അപ്പൊ അതതിൽ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ക്രിപ്ലിംഗ് ലോഡും ബക്ലിംഗ് ലോഡും ഒക്കെ കാണാനായിട്ട് പറ്റും. അത് 2 കേസിലും യൂളേഴ്സ് തിയറി ആണെങ്കിലും റാങ്കിൻസ് ഫോർമുല ആണെങ്കിലും. റാങ്കിൻസ് ഫോർമുലയിൽ ചെറിയ മാറ്റം വരുന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അതിൽ എക്സ്ട്രാ ചോദിക്കാനുള്ളത് എന്താണ്, സേഫ് ലോഡ് ചോദിക്കും. സേഫ് ലോഡ് എത്ര എന്നുള്ളത് ചോദിക്കും. അപ്പൊ അതെന്താ കാണാം. സേഫ് ലോഡ് ചോദിക്കുമ്പോൾ അവിടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി അവർ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ നേരത്തെ നിങ്ങൾ കണ്ടെത്തിയ ക്രിപ്ലിംഗ് ലോഡ് ഉണ്ടല്ലോ, ക്രിപ്ലിംഗ് ലോഡിന് ഡിവൈഡഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ സേഫ് ലോഡ് കിട്ടും. അപ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും. ഇനി ഇൻ കേസ് അത് തന്നിട്ടില്ല, തരാതെ സേഫ് ലോഡ് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി 2 അല്ലെങ്കിൽ 3 കൊടുത്തിട്ട് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ തരാറുണ്ട് ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, ഇതെന്തായാലും ചോദിക്കും. ഓക്കെ ആണല്ലോ. ഒന്നെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് ചോദിക്കും, ഇനി അതും അല്ലെങ്കിൽ ഇപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ട് യൂളേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് കാണാൻ ചോദിക്കും, പിന്നെ റാങ്കിൻസ് ക്രിപ്ലിംഗ് ലോഡ് കാണാൻ ചോദിക്കും. എന്നിട്ട് അതിന്റെ 2ന്റെ റേഷ്യോ എത്ര എന്നുള്ളത് ചോദിക്കും. ഒന്ന് ആ രീതിയിൽ ചോദിക്കാം. പിന്നെ അതല്ലെങ്കിൽ ഹോളോ സെക്ഷനും സോളിഡ് സെക്ഷന്റെ റേഷ്യോ അത് നമ്മൾ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിൽ ചോദിക്കും. പിന്നെ വേറെ മോഡൽ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഈ ഒരു ക്രിപ്ലിംഗ് ലോഡ് തരും. ക്രിപ്ലിംഗ് ലോഡ് തന്നിട്ട് എന്ത് ചെയ്യും, ഈ കോളത്തിന്റെ ലെങ്ത് ചോദിക്കും. അപ്പോൾ ഇത് സെയിം ഇക്വേഷൻ തന്നെയാണ്. ഇക്വേഷനിൽ ക്രിപ്ലിംഗ് ലോഡ് കാണുന്നതിന് പകരം നേരെ ലെങ്ത് കാണണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും മൊഡ്യൂൾ 2 യൂളേഴ്സ് തിയറി അല്ലെങ്കിൽ റാങ്കിൻസ് ഫോർമുല വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ വരുന്നത് എന്താണ്, കോളത്തിൽ എക്സെൻട്രിക് ലോഡ് വരുമ്പോൾ വരുന്ന മാക്സിമം ആൻഡ് മിനിമം സ്ട്രെസ്. അത് പാർട്ട് സിയിൽ ചോദിക്കാൻ സാധ്യത ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പിന്നെ ഇത് എന്താണ്, നമുക്ക് ഡാംസും റീറ്റെയിനിങ് വാളും. അത് രണ്ടും സെയിം കൺസെപ്റ്റ് തന്നെയാണ്, ഡാംസ് ആൻഡ് റീറ്റെയിനിങ് വാൾ. അപ്പൊ അതിൽ തന്നെ ചോദിക്കാം മാക്സിമം ആൻഡ് മിനിമം സ്ട്രെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു നേരത്തെ പറഞ്ഞ യൂളേഴ്സ് തിയറി റാങ്കിൻസ് ഫോർമുല ശരിക്കും പഠിക്കാം. പിന്നെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് പഠിക്കാം കേട്ടോ. എക്സെൻട്രിക് ലോഡ് വരുന്ന കേസോ അല്ലെങ്കിൽ ഡാമിന്റെ കേസോ അതിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കാം. അപ്പൊ അത് സേഫ് ആവും, മൊഡ്യൂൾ 2 സേഫ് ആവും. കാരണം ഇൻ കേസ് ഈ യൂളേഴ്സ് തിയറിയും റാങ്കിൻസ് ഫോർമുലയും വരാതെ നമുക്ക് പാർട്ട് സിയിൽ ഇത് 2 മോർ ക്വസ്റ്റ്യൻ ആയിട്ട് വരികയാണെങ്കിൽ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതൊരിക്കലും അങ്ങനെ വരില്ല. എന്തായാലും നമുക്ക് റാങ്കിൻസോ അല്ലെങ്കിൽ യൂളേഴ്സോ വരും. പക്ഷേ നമുക്ക് റിസ്ക് എടുക്കണ്ട, എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പഠിക്കാം. നമുക്കൊന്ന് ഡാം ആൻഡ് റീറ്റെയിൻ വാൾ പഠിക്കുന്നതാവും
കുറച്ചും കൂടി എളുപ്പം, കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുള്ളത് അല്ലേ ഉള്ളൂ. അപ്പൊ അതാണ് നമുക്ക് മൊഡ്യൂൾ 2. ഓക്കെ, മൊഡ്യൂൾ 2 ഓക്കെ ആണോ? യെസ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത മൊഡ്യൂൾ 3 നോക്കാം. മൊഡ്യൂൾ 3 എന്തൊക്കെ ഉണ്ടായിരുന്നത്? സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അല്ലേ മൊഡ്യൂൾ 3? മൊഡ്യൂൾ 3 സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ SFD BMD എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അത് ഏത് രീതിയിലും ചോദിക്കാം. മോർസ് തിയറം വെച്ചിട്ടുള്ള ചിലപ്പോൾ ഒന്നെങ്കിൽ മോർ തിയറം വെച്ചിട്ട് ചോദിക്കാം, അതല്ലെങ്കിൽ മോർ തിയറം അല്ലെങ്കിൽ മൊമെന്റ് ഏരിയ മെത്തേഡ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഓക്കെ. ബാക്കിയുള്ള മൈക്കൊന്നും നോട്ട് ചെയ്യണോ ഹൈദർ? ഓക്കെ. അപ്പൊ അത് ചോദിക്കുക, അതല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നത് ഉണ്ടാവും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും. ഓക്കെ. അപ്പൊ അത് നമ്മൾ പല ക്വസ്റ്റ്യൻസും പറഞ്ഞിട്ടുണ്ട്. CBR തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മതി. 3.1 7ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, 3.2 6ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, 3.2 7ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ഒന്നുകൂടി ഒന്ന് നോക്കി പോവാം. ഓക്കെ. അപ്പൊ അത് ഷുവറാണ്, ക്വസ്റ്റ്യൻ ഷുവറാണ്. ഒന്നെങ്കിൽ മോർ തിയറം വെച്ചിട്ട് അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാർട്ട് സീൽ എന്തായാലും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫിക്സഡ് ബീമിന്റെ കേസിൽ വരുന്നുള്ള ഫിക്സഡ് മൊമെന്റ് കാണുന്ന ക്വസ്റ്റ്യനും, പിന്നെ ടോർഷൻ, ഇതിൽ ടോർഷന്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും. ടോർഷനും നല്ല രീതിയിൽ പഠിക്കുക. ഒരു ബേസിക് ഇക്വേഷൻ ആണ് അല്ലെ, T/J = ഒരു J∠L = τ/r എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ടല്ലോ. ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസുകളെ ചോദിക്കുള്ളൂ. ഇനി അതല്ലെങ്കിൽ മാക്സിമം പോയാൽ പവറിന് ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഇക്വേഷൻ ഞാൻ മറന്നുപോയി. അപ്പൊ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്. അപ്പൊ അത് നമ്മൾ ഈ ഒരു CBR പറഞ്ഞിട്ടുണ്ട്. 3.1 8ാമത്തെ ക്വസ്റ്റ്യനും 3.2 8ാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് മോഡൽസ് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നിൽ ഷിയർ സ്ട്രെസ് കാണാൻ വേണ്ടിയിട്ടുള്ള അല്ലെ, ഈ ഷിയർ സ്ട്രെസ് കാണുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു, ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നല്ലത് എന്താ വെച്ചാൽ ഈ ഒരു സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷനും അതുപോലെ ടോർഷന്റെ ക്വസ്റ്റ്യനും പക്കയായിട്ട് പോയി കഴിഞ്ഞാൽ പാർട്ട് സിയിലത്തെ ഈ മൊഡ്യൂൾ 3 അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി മൊഡ്യൂൾ 4 പോകുമ്പോൾ സാർ ഒരു പോയിന്റ് ക്വസ്റ്റ്യനേ. ആ ദ കോർ ഓഫ് എ സർക്കുലർ സെക്ഷൻ ഈസ് എ കോൺസെൻട്രിക് സർക്കിൾ വിത്ത് ഡയമീറ്റർ ഡാഷ്. ഉദ്ദേശിച്ച എന്താ? കോർ അല്ലേ? ആ, സർക്കുലർ സെക്ഷന്റെ കോറ്. അപ്പൊ അതിൽ D/8 D/4 ഉണ്ട്. അതായത് ആ ഒരു കോറിനകത്ത് കൂടെ ലോഡ് പോവാണെങ്കിൽ അവിടെ എക്സെൻട്രിസിറ്റി ഉണ്ടാവില്ല എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യൂല. അതായത് ഇപ്പൊ നമ്മുടെ സർക്കിൾ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ഈ ഒരു എന്താ പറയാ ഒരു കോളം, അപ്പൊ ഇതങ്ങനെ നമ്മുടെ കോളത്തിലേക്ക് ഇങ്ങനെ ലോഡ് വരികയാണ്. അപ്പൊ ഇതിന്റെ ക്രോസ് സെക്ഷൻ എടുക്കുന്ന സമയത്ത് ഇത് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഓക്കെ, അപ്പൊ ഇതാ അതിന്റെ ആക്സിസ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിന് എത്രത്തോളം വിട്ടു പോയി കഴിഞ്ഞാലും, ഈ ആക്സിസിൽ നിന്ന് എത്രത്തോളം മാറിപ്പോയി കഴിഞ്ഞാലും ഇതിൽ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യില്ല എന്നുള്ളതാണ് അവിടെ ചോദിക്കുന്നത്. അപ്പൊ അതൊരു സർക്കിൾ ആയിരിക്കും വരിക. ഇങ്ങനെ മനസ്സിലായോ? ഈ സർക്കിളിന്റെ അകത്ത് ലോഡ് വന്നു കഴിഞ്ഞാൽ അവിടെ ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യൂല. അങ്ങനെയാണെങ്കിൽ ഇതിനാണ് നമ്മൾ കോർ എന്ന് പറയാം. അപ്പൊ ഈ ഇതിപ്പോ സർക്കിളിന്റെ ഡയമീറ്റർ D ആണെങ്കിൽ ഈ ഇന്നർ കോർ അല്ലെങ്കിൽ കോറിന്റെ ഡയമീറ്റർ എത്ര എന്നുള്ളതാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ. വാല്യൂ D/4 ആണ്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ റെക്ടാങ്കിളിന്റെ കേസിലും ഉണ്ടാവും, അതും പഠിക്കാം. ഓക്കെ അല്ലെ? നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? റെക്ടാങ്കിളിന്റെ പറഞ്ഞപ്പോൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ 1 മാർക്കിന്. ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ? അത് CBR ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ അല്ലേ? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. മൊഡ്യൂൾ 4 നോക്കാം. ഓക്കെ. മൊഡ്യൂൾ 4 നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് പ്രോബ്ലംസ് വരാം. അതായത് മൊഡ്യൂൾ 4 കണ്ടിന്യൂസ് ബീംസ് ആണ് അല്ലെ? എന്താ കണ്ടിന്യൂസ് ബീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ മൊഡ്യൂൾ 4 വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒറ്റ സ്പാൻ ഉള്ളത്. പക്ഷേ ഇവിടെ എന്തുണ്ടാവും? ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ അത് എത്ര സ്പാനും വരാം. പക്ഷേ നിങ്ങൾക്ക് സിലബസിൽ മാക്സിമം 2 സ്പാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം 2 സ്പാനും മാക്സിമം 2 സപ്പോർട്ട് അൺനോൺ സപ്പോർട്ട് മൊമെന്റ് എന്നും പ്രത്യേകം സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 2 സ്പാനേ ഉണ്ടാവുള്ളൂ, മോർ ദാൻ 2 സ്പാൻ വരില്ല കേട്ടോ. സിലബസിൽ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സിലബസിൽ പ്രത്യേകം പറഞ്ഞത് മാക്സിമം 2 സ്പാൻ എന്നാണ്. ഓക്കെ. അപ്പോൾ മോർ ദാൻ 1 സ്പാൻ വരുമ്പോൾ നമുക്ക് അതിനെ കണ്ടിന്യൂസ് ബീം എന്ന് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് മൊമെന്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇക്വേഷൻസ് ഉള്ളത്, ഒന്ന് 2 മെത്തേഡ്സ് ഉള്ളത്. ഒന്ന് ക്ലാപെറോൺസ് തിയറം അല്ലെങ്കിൽ 3 മൊമെന്റ് തിയറം എന്ന് പറയും. അപ്പൊ ഇതാണ് ഇതിൽ ഈ ഒരു മൊഡ്യൂൾ 4 ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ് കേട്ടോ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ക്ലാപെറോൺസ് തിയറം വെച്ചിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ ഉണ്ടാവും. പിന്നെ ഉള്ളത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡാണ്. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമ്മുടെ ക്ലാസ് 15 മിനിറ്റ് കൊണ്ട് തീരുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പെട്ടെന്ന് പറയാം. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്
അപ്പൊ അതിൽ നിങ്ങൾ നോക്കേണ്ടത് ആദ്യം നോക്കേണ്ടത് ക്ലാപെറോൺസ് തിയറം ആണ് കേട്ടോ. ഇത് പക്കാക്കുക, എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അത് ഉണ്ടാവും. ഇൻ കേസ് അത് ചോദിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ അത് നോക്കേണ്ടി വരും. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് തന്നെ ഈ പറഞ്ഞ പോലെ മൊമെന്റ് കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാണുന്നതും. ഓക്കെ, മൊമെന്റ് കാണുന്നതും ഉണ്ടാവും, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാണുന്നതുണ്ടാവും. ഇത് വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇൻ കേസ് അത് 7 മാർക്കിനൊക്കെ അതാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്താൽ മതി. അതാണ് പെട്ടെന്ന് തീരുക ക്ലാപെറോൺസ് തിയറം വെക്കുന്നതിനേക്കാളും. ഓക്കെ, അപ്പൊ നമ്മൾ പാർട്ട് സിയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ CBR. ഓക്കെ അല്ലെ. പിന്നെ അതിൽ തിയറി ആയിട്ട് ചോദിക്കാനുള്ളത് മറ്റേ പോർട്ടൽ ഫ്രെയിം ആണ്. പ്രോബ്ലംസ് വരില്ല, ഇതിന്റെ തിയറിയാ ചോദിക്കുള്ളൂ. എന്താണ് പോർട്ടൽ ഫ്രെയിം, കാര്യങ്ങൾ ഇങ്ങനെ കൊടുക്കുന്ന ഫ്രെയിമിനെയാണ് നമ്മൾ പോർട്ടൽ ഫ്രെയിം എന്ന് പറയാം. അപ്പൊ അത് വലിയ വെയർ ഹൗസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കും, എന്നിട്ട് ഇത് തമ്മിൽ കണക്ട് ചെയ്യും, പിന്നെ പർലിൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ റൂഫ് ഇടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഫ്രെയിമിനെയാണ് എന്ത് പറയാം, പോർട്ടൽ ഫ്രെയിം എന്ന് പറയാം കേട്ടോ. ഇത്രയാണ് നമുക്ക് ഉള്ളത് എന്ത് 4ാമത്തെ മൊഡ്യൂളിലുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ പാർട്ട് സിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പൊ പറഞ്ഞത്. ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഇതിന്റെ ബേസിക് ഇത് പഠിക്കാം, ഇനി അതിന്റെ പുറത്തേക്കും നോക്കി വെച്ചാൽ നന്നാവും കേട്ടോ.